ചായ. ഇതെന്നാ കട്ടൻ? ആകെ ഒരാൾക്കുള്ള വാലേ ഉള്ളൂ, അത് ഞാൻ ടുട്ടും ചായ വെച്ചു കൊടുത്തു. ഈ പൊട്ടനെപ്പ വന്നേ? ഇന്നലെ പാതിരാക്കി കയറി വന്ന നിങ്ങളെല്ലാം ഉറക്കയിൽ നേരം. പാതിരാത്രിക്ക് വരണമെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഇങ്ങക്ക് എപ്പോ ഒരു സംശയാന്നല്ലോ. നിന്റെ അനിയനായോണ്ടാ ഞാൻ ഈ വീട്ടിൽ കരുന്നു. സ്വഭാവം വെച്ച് പഞ്ചായത്തിൽ അടുപ്പിക്കാൻ പറ്റാത്തനാണ്. എടാ നീ ഒന്ന് അടിയോട് പറ്റി മുൻപെടാ, ഒന്ന് ഇമ്പ്രസ് ആക്കറാ. അതിനെന്നാ കേക്കോ അളിയോ, നേരം പെരപ്പെര പിളർന്നില്ലേ? രണ്ടും അടിച്ചാൽ അതിനൊന്ന് ഒഴിവാക്കി തരുമോ? രാവിലെ തന്നെ ഓൻ്റെ ഒരു എടാ അളിയനാണെന്ന് ഉദ്ദേശിച്ചത് വേണ്ട ചേച്ചി, എനിക്കെല്ലാം മനസ്സിലായി. അളിയൻ രാത്രി മാത്രം അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ അളിയൻ രാത്രി ഇമ്പ്രസ് ചെയ്തോളാം. ഇപ്പൊ ചോദിച്ചാൽ അളിയന് വല്ലാണ്ട് വിഷമിക്കുണ്ടാവും. അളിയോ, അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അളിയ തന്നെയല്ല സ്ത്രീധനം മൊത്തം തന്നിറക്കണം എന്ന് പറഞ്ഞു. അതിന് യു ഹാവ് എ മെസ്സേജ്. 2 ലക്ഷം റുപ്യ എൻ്റെ അക്കൗണ്ടിൽ. എടാ നീ തറവാട് മറച്ചു വിട്ടാ. അതിന്റെ ആവശ്യം നീ ടുട്ടൂനില്ല. അച്ഛനോടുത്ത വാക്ക് പാലിക്കാൻ ടുട്ടു നന്നായിട്ട് അധ്വാനിച്ചു. കണ്ട ഓന്റെ കുടുംബസ്ഥനും കണ്ട ഇങ്ങളി. ഓനെ നിങ്ങൾക്ക് വരില്ലാത്ത ഇപ്പൊ എന്തായി? സോറിടാ, ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സാരമില്ല, സ്നേഹിക്കുന്നവരെന്നും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഈ ടുട്ടു. കേട്ടാ ടുട്ടുനെ പോലീസ് വിളിച്ച് മയക്കുമരുന്ന് കൈമിൽ വെച്ചനി. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചിനി. അത് പറ, ഞാൻ ഓർത്ത് നന്നായി പോയിരുന്നു. ഏതായാലും എനിക്ക് കിട്ടുന്ന പൈസ കിട്ടിയല്ല. അല്ല ഓൻ ഇങ്ങനെ ഉണ്ടാക്കിയ പൈസ അല്ലേ, അപ്പൊ ഇങ്ങളെ പോലീസ് ഒക്കൂല? അളിയന് പൈസ കൊടുക്കുന്നതിനെ ഒരു തെറ്റുമില്ല. ഇപ്പൊ മയക്കുമരുന്ന് ടീമുമായിട്ട് നിങ്ങൾക്ക് എന്തോ സാമ്പത്തിക ഇടപാടുണ്ടെന്നാ പോലീസുകാർ പറയുന്നു. എന്തിന്? ആ മോയന്തില്ലേ ഡീല് നടത്തിയിട്ട് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞ് എനിക്ക് തോന്നുന്നു. ടുട്ടു, സ്നേഹിക്കുന്നവരെന്നും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഈ ടുട്ടു.